the taste of your mind. Kiwi ice cream. Chill the fun. അല്ല മാഷേ, നിങ്ങൾ ഇനി ആർക്കാണ് യഥാർത്ഥത്തിൽ ബോധവൽക്കരണം നടത്തേണ്ടത്? കേരളത്തിലെ മുസ്ലിങ്ങൾക്കാണോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കാണോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ചില ഹൈന്ദവർക്കാണോ? ആദ്യം നിങ്ങൾ ബോധവൽക്കരണം നടത്തേണ്ടത് പാർട്ടിക്കകത്തുള്ള പ്രവർത്തകർക്കാണ്. എന്നിട്ട് മതി ഈ ജനജാഗ്രതാ സദസ്സ് പോലെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ. പറഞ്ഞു വരുന്നത്, മലപ്പുറത്തെ കളത്തിങ്ങൽ കോളനിയിൽ ഏകദേശം 30 കുടുംബങ്ങൾ, 30 കുടുംബങ്ങളിൽ 200ഓളം BJPയുടെ സജീവ പ്രവർത്തകർ BJP മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്തിന്റെ കയ്യിൽ രാജിക്കത്ത് കൊടുത്ത് പറഞ്ഞിരിക്കുന്നു, മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായി കാണാനുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തോട് ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്കൊരു കാരണവശാലും മുസ്ലിങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കുകയില്ല. അതിനാൽ ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നാണ് മലപ്പുറത്തെ കളത്തിങ്ങൽ കോളനിയിലെ 30 കുടുംബങ്ങൾ രാജിക്കത്ത് നൽകിക്കൊണ്ട് BJPയുടെ ജില്ലാ പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അതും BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചെന്ന് തന്നെയാണ് ഇവർ ഈ കാര്യം നേരിട്ട് അറിയിച്ചിട്ടുള്ളത്. അഭിവാദ്യങ്ങൾ സുഹൃത്തുക്കളെ, ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു. കാരണം ഇതാണ് കേരളത്തിന്റെ മതേതരത്വം. കാരണം കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കേരളത്തിലെ മതേതരത്വ വിശ്വാസികൾ ഒരേപോലെ എതിർക്കും എന്നുള്ളത് തന്നെയാണ് കളത്തിങ്ങലിൽ നിന്നുള്ള 30ഓളം BJPക്ക് വോട്ട് ചെയ്തിരുന്ന കുടുംബങ്ങൾ നിലവിൽ BJPയോട് നോ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ കാരണം. അപ്പോൾ നിങ്ങൾ ആർക്കാണ് യഥാർത്ഥത്തിൽ ക്ലാസ് എടുത്തു കൊടുക്കേണ്ടത്? യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിച്ചു കൊടുക്കേണ്ടത് അത് നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെയാണ്, അല്ലാതെ മറ്റാർക്കുമല്ല. ഒരുപക്ഷെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തെ തന്നെ വലിയ രീതിയിൽ ചിന്തിപ്പിച്ച ഒരു നീക്കമാണ് കളത്തിങ്ങലിലെ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം 2009 മലപ്പുറത്തെ ഈ കളത്തിങ്ങൽ കോളനിയിലേക്ക് BJPയുടെ പല പ്രമുഖ നേതാക്കൾ എത്തുകയും അവിടെ എത്തിയിട്ട് BJPക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് BJP കമ്മിറ്റി അവിടെ രൂപീകരിക്കുകയും ചെയ്തു. 2009 ശേഷം ശക്തമായ സ്വാധീനമുള്ള ഒരു മേഖല തന്നെയാണ് BJPക്ക് ഈ കളത്തിങ്ങൽ കോളനി എന്ന് പറയുന്നത്. അവിടെയുള്ള ഏകദേശം എല്ലാവരുടെയും വോട്ടുകൾ ലഭിക്കുക BJPക്ക് തന്നെയായിരുന്നു. പക്ഷേ പൗരത്വ ഭേദഗതി നിയമം വന്നതോടുകൂടി BJPയുടെ തനിനിറം അവിടെയുള്ള യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾ മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഈ ഒരു വിവരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനാൽ കേരളത്തിൻ്റെ മണ്ണിൽ ഇനിയും നിങ്ങൾ വെറുതെ നാണം കെടാൻ നിൽക്കരുത്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ജനജാഗ്രതാ സദസ്സുകൾ ഇനിയും നിങ്ങൾ നാണം കെട്ട് സംഘടിപ്പിക്കരുത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം.